ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റിയാദുസ് സ്വാലിഹീൻ അതിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം, നേരെ സെഷനിലേക്ക് കടക്കാം. ബാബു തൗബത്തി, തൗബയെ കുറിച്ചുള്ള ബാബാണ്, പശ്ചാത്താപമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് പശ്ചാത്താപം. അതേക്കുറിച്ചുള്ള ഹദീസുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. തൗബ എന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനെ കുറിച്ചുള്ള വിഷയമാണ്. അതേക്കുറിച്ച് പറഞ്ഞ ഹദീസുകള്, ആയത്തുകള്, പ്രേരണകൾ ഇതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഭാഗങ്ങളാക്കി ഓരോ ഭാഗങ്ങളായി നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ ദിവസവും ഒരു കുറഞ്ഞ സമയം എങ്കിലും നമുക്ക് ലഭ്യമായ അത്ര സമയം ഈ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക, അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് പരമാവധി എത്തിക്കുക, എന്നിട്ട് അത് നമുക്ക് ഉപകാരപ്പെടണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. ബാബു തൗബത്ത്. ഖാലൽ ഉലമാഉ വത്തൗബത്തു വാജിബത്തുൻ മിൻ കുല്ലി ദംബിൻ. തൗബ എന്നത്, പശ്ചാത്തപിക്കുക എന്നത്, ഒരു എല്ലാ ദോഷങ്ങളിൽ നിന്നും പശ്ചാത്തപിക്കുക എന്നത് നിർബന്ധമാണ്, വാജിബത്തു. ഫൈൻ കാനത്തിൽ മഅസിയത്തു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല ലാ തതഅല്ലഖു ബിഹഖി ആദമീൻ. അവിടെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റ്, ഈ മഅസിയത്ത്, അത് ഒരു അള്ളാഹുവിന്റെയും ഈ മനുഷ്യന്റെയും ഇടയിലുള്ള വിഷയമാണെങ്കിൽ, നിസ്കാരം അതുപോലെയുള്ള മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള വിഷയമാണെങ്കിൽ, ലാ തതഅല്ലഖു ബിഹഖി ആദമീൻ, മനുഷ്യന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെടാത്ത അത്തരം തെറ്റുകളാണെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ ഫലഹ സലാസത്തു ശുറൂത്തിൻ, 3 നിബന്ധനകളാണ് ഉള്ളത്. 3 നിബന്ധനകളാണ് ഇവിടെ വേണ്ടത്. അഹദുഹ, അതിലൊന്ന് അയ്യുഖ്ലിഅ അനിൽ മഅസിയത്തി, തെറ്റുകളിൽ നിന്ന്, മഅസിയത്ത് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അയ്യന്തമ അല ഫീലിഹ, ചെയ്തു പോയി എന്നതിന്റെ പേരിൽ സങ്കടപ്പെടലാണ്, ഖേദിക്കലാണ്, ഖേദപ്രകടനം നടത്തലാണ്. ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന ഖേദപ്രകടനം ഒരു അനിവാര്യ ഘടകമാണ്. മൂന്നാമത്തത് അയ്യാസിമ അല്ലാ യഊദ ഇലൈഹ അബദൻ, അയ്യാസിമ ഉറപ്പിക്കലാണ്, അല്ലാ യഊദ ഇലൈഹ, ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല ഒരിക്കലും എന്ന് ഉറപ്പിക്കലാണ് മൂന്നാമത്തത്. ഇങ്ങനെ 3 കാര്യങ്ങൾ. 1 തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, 2 ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദിക്കുക, മൂന്നാമത്തത് അതിലേക്ക് ഇനി തിരിച്ചു പോവുകയില്ലെന്ന് തീരുമാനിക്കും. ഫൈൻ ഫുഖിദ അഹദു സലാസത്തി, ഈ 3-ൽ 1 ഇല്ലെങ്കിൽ, ഫൈൻ ഫുഖിദ ഇല്ലാതായാൽ, അഹദു സലാസത്തി, 3-ൽ 1 ഇല്ലാതായാൽ, ലം തുസ്വിഹ തൗബതുഹു, അവന്റെ പശ്ചാത്താപം സ്വീകാര്യമല്ല, അത് ശരിയല്ല. വൈൻകാനത്തിൽ മഅസിയത്തു തതഅല്ലഖു ബിഹാദ് ആദമീൻ, മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ആ കുറ്റം എങ്കിൽ, ഫശുറൂതുഹ അർബഅത്തുൻ, 4 നിബന്ധനകളാണ് ഉള്ളത്. ആദിഹി സലാസത്തു, ആദ്യത്തത് ഈ 3 തന്നെ. വഅൻ യബ്റഅ, അതിന്റെ പുറമെ വഅൻ യബ്റഅ, അവൻ ഒഴിവാകണം, അവൻ സ്കിപ്പ് ചെയ്യണം, മോചിതനാകണം, മിൻ ഹഖി സ്വാഹിബിഹ, ആ മഅസിയത്ത് ആരോട് ചെയ്തോ അയാളുടെ അവകാശത്തിൽ നിന്ന് ഒഴിവാകണം. പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്തിട്ട് തീർക്കണം. ഫൈൻകാനത്ത് മാലൻ, അത് സമ്പത്താണെങ്കിൽ, ആ ഹക്ക്, ആ അവകാശം സമ്പത്താണെങ്കിൽ, ഔ നഹ്വഹു, അല്ലെങ്കിൽ സമ്പത്ത് പോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, റദ്ദഹു ഇലൈഹ, അത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. വൈൻകാന ഹദ്ദ ഖദ്ഫിൻ, ഒരു വ്യഭിചാരാരോപണം പോലെയുള്ള ആരോപണങ്ങളുടെ ശിക്ഷയാണെങ്കിൽ, വനഹ്വഹു, അതുപോലെയുള്ളതാണെങ്കിൽ, മക്കനഹു, അയാൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം, അതായത് ആ ശിക്ഷ നടപ്പിലാക്കാൻ വഴങ്ങിക്കൊടുക്കണം. മക്കനഹു മിൻഹു, അയാൾക്ക് വഴങ്ങിക്കൊടുക്കണം. ത്വലബ അഫ്വഹു, അല്ലെങ്കിൽ അയാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ, മാപ്പ് ചെയ്യാൻ ആവശ്യപ്പെടണം, അപേക്ഷിക്കണം. വൈൻകാനത്ത് ഗീബത്തൻ, ഇനി ഗീബത്ത് പറഞ്ഞു പോയതാണ് ആ മഅസിയത്ത് എങ്കിൽ, ഇസ്തഹല്ലഹു മിൻഹ, അയാളോട് അത് പൊരുത്തപ്പെടിക്കണം. വയജിബു അൻ യതൂബ മിൻ ജമീഇ ദുനൂബ്, എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ്.
ഫൈൻ താപ മിൻ ബഅദിഹ, ചിലതിൽ നിന്ന് തൗബ ചെയ്താൽ സ്വഹത്ത് തൗബതുഹു, അയാളുടെ തൗബ സ്വീകാര്യമാകും. ഇന്ദ അഹ്ലിൽ ഹഖ്ഖി മിൻ ദാലിക ദംബി, ആ തെറ്റ് ആരോടാണോ ചെയ്തത് അവരുമായി ബന്ധപ്പെട്ടത് ഒഴിവാകും. ബാക്കിയുള്ള തെറ്റുകൾ മറ്റുള്ളവരോട് തന്നെ ചെയ്ത് ഉറപ്പിക്കണം. അപ്പൊ നമ്മൾ കുറെ പേരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളോട് പൊരുത്തപ്പെടിച്ചാൽ അത് റെഡിയായി. ബാക്കിയുള്ളത് മറ്റുള്ളവരോട് തന്നെ പൊരുത്തപ്പെടിക്കണം. വഖിയ അലൈഹിൽ ബാഖി, അവശേഷിക്കുന്നത് അയാൾക്ക് ബാക്കി നിൽക്കുന്നു, അയാൾ അത് പിന്നീട് പൊരുത്തപ്പെടിക്കണം. വഖത്ത് തളാഹറത്ത് ദലായിലുൽ കിതാബി വ സുന്നത്തി, വഖത്ത് തളാഹറത്ത് വളരെ പ്രത്യക്ഷമാണ്, വ്യക്തമാണ്. ദലായിലുൽ കിതാബി പരിശുദ്ധ ഖുർആനിലെ തെളിവുകൾ, വസുന്നത്തി ഹദീസിലെ തെളിവുകൾ, വ ഇജ്മാഉൽ ഉമ്മത്തി ഈ ഉമ്മത്തിന്റെ ഏകോപനം, ഇതെല്ലാം വളരെ വ്യക്തമാണ്. അല വുജൂബി തൗബത്തി, തൗബ നിർബന്ധമാണെന്ന വിഷയത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഖാലല്ലാഹു തആല വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വതൂബു ഇലല്ലാഹി ജമീഅൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ. ജമീഅൻ പൂർണ്ണമായി. അയ്യുഹൽ മുഅ്മിനൂൻ ഓ വിശ്വാസികളെ. ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾക്ക് വിജയമുണ്ടാകാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഖാല തആല മറ്റൊരായത്താണ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കണം. സുമ്മ തൂബൂ ഇലൈഹി, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. ഖാല തആല മറ്റൊരായത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ഓ വിശ്വാസികളെ, തൂബു ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ. തൗബത്തൻ നസൂഹ, പരിപൂർണമായ നല്ല കൃത്യമായ തൗബ ചെയ്യൂ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖൂലു പറയുന്നതായി സമയത്തു ഞാൻ കേട്ടു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഞാൻ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുന്നു. വ അതൂബു ഇലൈഹി അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. ഫിൽ യൗമി ഓരോ ദിവസവും, അക്സറ മിൻ 70 മറത്തൻ 70 തവണയിലധികം, ഞാൻ 70 തവണയിലധികം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അങ്ങനെ പറയാറുണ്ട്. അല്ലാഹുവിനോട് അല്ലാഹുവിലേക്ക് മടങ്ങാറുണ്ട്. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഅനിൽ അഗർ ഇബ്നു യസാരിൽ മുസനി റളിയല്ലാഹു അൻഹു ഖാല, അഗർ ഇബ്നു യസാർ അൽ മുസനി റളിയല്ലാഹു അൻഹു പറയാണ്, ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യാണ്, ഖാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ. ഫഇന്നി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ, ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാറുണ്ട്. ഫിൽ യൗമി ഓരോ ദിവസവും, ഒരു ദിവസത്തിൽ 100 മറ 100 തവണ. ഞാൻ ധാരാളം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാറുണ്ട്, നിങ്ങളും ഇതുപോലെ ചെയ്യണം. നബി ഹംസത്ത അനസ് ഇബ്നു മാലിക് അൻസ്വാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്ഥിര സേവകനാണ് അനസ് റളിയല്ലാഹു അൻഹുവിന് അബൂ ഹംസ എന്ന് കുഞ്ഞത്തെ ആലമ പറയും റളിയല്ലാഹു അൻഹു. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി, അല്ലാഹു അടിമയുടെ തൗബ കാരണം അതിയായി സന്തോഷിക്കും. മിൻ അഹദിക്കും നിങ്ങളിൽ ഒരാൾ സന്തോഷിക്കുന്നതിലേറെ. സഖത അല ബഈരിഹി, അയാളുടെ ഒട്ടകത്തിന്റെ മേലെ എന്ത് ചെയ്തിരിക്കുന്നു, പെട്ടിരിക്കുകയാണ്. അങ്ങനെ വഖദ് അളല്ലഹു ഫി അർളി ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ അയാൾ തണല് തേടിയതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഫീ റിവായത്ത് മുസ്ലിമിന്റെ റിവായത്ത് കാണാം, അല്ലാഹു അശദ്ദു ഫർഹം ബി തൗബത്തി അബ്ദിഹി, അല്ലാഹു നന്നായി സന്തോഷിക്കുന്നവനാണ് ബി തൗബത്തി അബ്ദിഹി, മനുഷ്യന്റെ തൗബയുടെ പേരിൽ, ബി തൗബത്തി അബ്ദിഹി മനുഷ്യന്റെ തൗബ കാരണം, ഹീന യതൂബു ഇലൈഹി പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ,
മിൻ അഹദിക്കും നിങ്ങളിൽ ഒരാളേക്കാൾ കാന അല റാഹിലത്തിഹി അയാൾ വാഹനപ്പുറത്തായിരുന്നു ബിഅർളി ഫുലാത്തിനൊരു മരുഭൂമിയിൽ ഫംഫലത്തത്ത് മിൻഹു അയാൾ അതിൽ നിന്ന് എന്ത് ചെയ്തു ഇറങ്ങി വഅലൈഹാ തുആമുഹു വശറാബുഹു ആ ഒട്ടകത്തിന്റെ മേലാണ് അയാളുടെ ഭക്ഷണവും പാനീയവും ഒക്കെ ഉള്ളത് ഫഐസ മിൻഹ അങ്ങനെ അത് പോയി നഷ്ടപ്പെട്ടു പോയി ഫംഫലത്തത്ത് മിൻഹു ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി ഫാത്താ ഷജറത്തൻ അയാൾ ഒരു മരത്തണലിൽ ചെന്നു ഫൽത്തജഅ ഫീ ളില്ലിഹ അതിന്റെ തണലിൽ കിടന്നു ഖദ് ഐസ മിൻ റാഹിലത്തിഹി ഇനി ഈ ഒട്ടകം കിട്ടാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം കരുതുന്നു ഫബൈനമാ ഹുവ കദാലിക അങ്ങനെ ഇരിക്കെ ഇദാ ഹുവ ബിഹ അപ്പോൾ ആ അദ്ദേഹമുണ്ട് ബിഹ ആ ഒട്ടകത്തിനരികെ നിൽക്കുന്നു ഉറന്നു നോക്കുമ്പോൾ ഖായിമത്തൻ ഇൻദഹു ഒട്ടകം അങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്നു ഫഅഖദ ബിഖിതാമിഹ അയാൾ സന്തോഷത്തോടെ അതിന്റെ കടിഞ്ഞാണ് പിടിച്ചു സുമ്മക്കാല അയാൾ പറഞ്ഞു ഈ ശിദ്ദത്തിൽ ഫറഹി സന്തോഷത്തിന്റെ കാഠിന്യത്തോടെ പറഞ്ഞു അല്ലാഹുമ്മ പടച്ചോനെ അൻത അബ്ദീ വാന റബ്ബുക് നീ എന്റെ യജമാനനാണെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞത് നീ എന്റെ അടിമയും ഞാൻ നിന്റെ യജമാനനാണെന്ന് പറഞ്ഞുപോയി സന്തോഷം അത്ര സന്തോഷമുണ്ട് കാരണം ജീവിതം ഇതിലൂടെ മരിച്ചു എന്ന് കരുതിയതാണ് കാരണം ഇനി നടന്നാൽ ശരീരത്തിലെ രക്തവും നീരും ഒക്കെ വറ്റി മരിച്ചു അങ്ങനത്തെ മരുഭൂമിയാണ് അപ്പോ ഇനി വഴിയില്ല എന്ന് കരുതി ഇവിടെ മരിക്കൂന്ന് കരുതി കിടക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വാഹനം തിരിച്ചു കിട്ടിയപ്പോ സന്തോഷം ആ ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് ഒരു മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ അയാളുടെ വാക്ക് പിഴച്ചുപോയി മീൻ ശിദ്ദത്തിൽ ഫറഹി സന്തോഷത്തിന്റെ കാഠിന്യം കൊണ്ട് ഇത്രയേറെ അല്ലാഹുവിന് സന്തോഷമുള്ളതാണ് പശ്ചാത്തപിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി പശ്ചാത്തപിക്കുന്നത് പശ്ചാത്തപിക്കുക എന്നത് വലിയൊരു തൗഫീഖാണ് വലിയൊരു ശ്രമമാണ് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ നിത്യജീവിതത്തിൽ ധാരാളം പശ്ചാത്തപിക്കുക പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുക ഇത് ഒരു സത്യവിശ്വാസിയുടെ വലിയൊരു നന്മയാണ് സവിശേഷതയാണ് അള്ളാഹു നമുക്കും ഈ ചിന്ത നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ